അധ്യാപനം എന്നത് ഏറ്റവും മഹത്വമുള്ള ഒരു ഉത്തരവാദിത്വമാണ്, ഒരു പ്രൊഫഷനാണ്. വിദ്യാഭ്യാസ സംവിധാനം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ഞാൻ എപ്പോഴും സംസാരിച്ച് തുടങ്ങാറുള്ളത് ഇങ്ങനെയാണ്. നമ്മുടെ ടീച്ചിങ് കൃത്യമാണെങ്കിൽ, അധ്യാപനം നടത്തുന്ന ടീച്ചേഴ്സിനും അത് ലഭിക്കുന്ന സ്റ്റുഡൻസിനും ഒരുപോലെ സന്തോഷവും നമ്മുടെ ലക്ഷ്യപ്രാപ്തിയും ലഭിക്കുമ്പോഴാണ് ടീച്ചിങ് ശരിയാകുന്നത്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടികൾക്കും സന്തോഷം ലഭിക്കണം, നമുക്കും സന്തോഷം ലഭിക്കണം. സന്തോഷം മാത്രം ലഭിച്ചാൽ പോരാ, കുട്ടികൾക്ക് പഠനം വിജയിക്കാൻ പറ്റണം, അതോടൊപ്പം നമ്മുടെ അധ്യാപനം വിജയിക്കണം. ഈ അധ്യാപനം വിജയിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ലക്ഷണമാണ്, ഒരു കുട്ടി നമ്മൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്നൊരു സമയം, ദേശീയ ഗാനം ചൊല്ലി വീട്ടിലേക്ക് വിടുമ്പോൾ നമ്മളൊരു ബെല്ലടിക്കാറുണ്ട്. ദേശീയ ഗാനം തീരുമ്പോൾ ആ ബെല്ലടിക്കുന്ന സമയത്ത് കുട്ടികളുടെ മനസ്സിലുള്ള ഒരു ഹാപ്പിനെസ് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഹാപ്പിനെസ് കുട്ടി വീട്ടിൽ നിന്ന് വിദ്യാലയത്തിലേക്ക് പുറപ്പെടുമ്പോഴും ഉണ്ടാകണം. വീട്ടിൽ നിന്ന് വിദ്യാലയത്തിലേക്ക് പുറപ്പെടുമ്പോഴും കുട്ടിക്ക് ഈ ഹാപ്പിനെസ് ഉണ്ടാകും, അധ്യാപനം കൃത്യമാണെങ്കിൽ. ഇത് വലിയൊരു ചോദ്യത്തിന്റെ ഒരു മർമ്മപ്രധാനമായ ഒരു പോയിന്റാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത്. അവിടെ ചോദ്യങ്ങൾ ഉണ്ടാകാം, ചോദ്യങ്ങൾ നിങ്ങളുടെ പോക്കറ്റിലാണ്. ആ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഡീൽ ചെയ്യാവുന്ന, അല്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കാവുന്ന ഒരു വിഷയം കൂടിയാണത്. സാധ്യമാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതായത്, ഒരു കുട്ടി വീട്ടിൽ നിന്ന് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ കുട്ടി സന്തോഷവാനായി, സന്തോഷവതിയായി വീട്ടിൽ നിന്ന് ഇറങ്ങണം, വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ട് ഇറങ്ങണം. അങ്ങനെ സാധ്യമാകും എന്നത് അധ്യാപകർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് ഒരു ട്രെയിനറുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ്. ഇനി ഞാൻ ചില തിരുത്തലുകളോട് തുടങ്ങാനാണ് എനിക്കിഷ്ടം. എല്ലാവരും പൊതുവെ വ്യാപകമായി പറയാറുള്ള ഒന്നാണ്, പുതിയ കാലത്തെ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെയോ സ്പെഷ്യാലിറ്റികളുണ്ട് എന്നത്. ഇത് പുതിയ കാലത്ത് നമ്മൾ അധ്യാപനത്തിൽ താത്വികമായി മാറേണ്ടതുണ്ട് എന്ന് പറയാനാണെങ്കിൽ ഞാൻ എതിർവശത്താണ്. മറിച്ച് എല്ലാ കാലത്തും ഒരു അധ്യാപകൻ എങ്ങനെയാകണം എന്നത് താത്വികമായി ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരുപക്ഷെ ചരിത്രത്തിൽ അധ്യാപകരിൽ ഏറ്റവും നല്ല അധ്യാപകൻ എന്ന ടൈറ്റിൽ നേടിയ അധ്യാപകനാണ് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ, ബഹുമാന്യരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അടുക്കൽ പഠിക്കാൻ വേണ്ടി വരുന്ന തന്റെ പഠിതാക്കൾ, ആ പഠിതാക്കളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം സ്ഥിര പഠിതാക്കളാണ്, സ്ഥിരമായി പഠിതാക്കളാണ്. അത്തരം പഠിതാക്കളെ മറ്റു നാട്ടിലേക്ക് അധ്യാപനത്തിന് വേണ്ടി അയക്കുന്ന സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഒരു മാർഗനിർദ്ദേശമുണ്ട്. ആ മാർഗനിർദ്ദേശം ഏതൊരു ടീച്ചിങ് എയ്ഡ്സിന്റെയും ഏതൊരു ടീച്ചിങ് മെത്തഡോളജിയുടെയും എസെൻഷ്യലായ മാർഗനിർദ്ദേശമാണത്. അതെന്താണ്? ബശ്ശിറ വലാ തുനഫിറ, യസ്സിറ വലാ തുഅസ്സിറ. ഈ വാക്കിന്റെ അർത്ഥം രണ്ടുപേരെയായിരുന്നു അന്ന് ആ തവണ അയക്കുന്നത്. അവരോട് പറയുന്നത്, നിങ്ങൾ അധ്യാപനം നടത്തുമ്പോൾ അവർക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യണം. നിങ്ങൾ അധ്യാപനം നടത്തുമ്പോൾ ഈ അധ്യാപനം കിട്ടുന്ന ആൾക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യണം. രണ്ട്, യസ്സിറ, അവർക്ക് ഈസിയസ്റ്റ് ആയിരിക്കണം, എളുപ്പമായിരിക്കണം. BEdോ TTCയോ NTTCയോ PPTCയോ ഏത് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിലെ പാർട്ട് പഠിച്ചാലും നിങ്ങൾ വ്യാപകമായി അതിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ പരിശോധിച്ചാൽ, അതിൽ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ പരിശോധിച്ചാൽ
ഈ രണ്ട് എസെൻഷ്യൽ ഏരിയയിലേക്കാണ് അതിന്റെ മുഴുവൻ എക്സ്പ്ലനേഷനും ചെന്ന് അവസാനിക്കുന്നത്. ബസ്സിറ വല തുഅസ്സിറ, യസ്സിറ വല തുഅസ്സിറ. എപ്പോഴും അധ്യാപകനും വിദ്യാർത്ഥിക്കും എന്ത് ഫീൽ ചെയ്യണം? ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയിരിക്കണം ടീച്ചിങ്. രണ്ടാമത്തത് മാക്സിമം ഈസിയസ്റ്റ് ആയിരിക്കണം. മടുപ്പിക്കലാകരുത്, ഡിഫിക്കൽറ്റി ആകരുത്, ബുദ്ധിമുട്ടാകരുത്, പ്രയാസപ്പെടുത്തുന്നതും വിഷമിപ്പിക്കുന്നതും മടുപ്പിക്കുന്നതുമാകരുത്. അങ്ങനെ സംഭവിക്കുമ്പോൾ വീണ്ടും നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മുടെ മെത്തഡോളജിയിൽ എവിടെയെങ്കിലും ഇത് എല്ലാ കാലത്തും ഒന്നാണ് എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പുതിയ കാലത്തെക്കുറിച്ച് വ്യാപകമായി പറയാറുണ്ട് ആൽഫ ജനറേഷനാണ്, മറ്റൊരു ജനറേഷൻ കൂടി പറഞ്ഞു തുടങ്ങുന്നു. ആൽഫ ജനറേഷനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പ്ലനേഷൻ എന്താണ്? ഇവർ ഡിവൈസുകളുടെ ലോകത്താണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഫോണില് ഇതാണ് ഐഫോണാണ്. ഐഫോണില് എനിക്കറിയാവുന്നതിനേക്കാൾ ഭംഗിയായിട്ട് വളരെ പെട്ടെന്ന് അതിലെ എല്ലാ ഫെസിലിറ്റീസും അതിലെ എല്ലാ ഉപയോഗവും എൻ്റെ കുട്ടികൾ വളരെ പെട്ടെന്ന് അത് ചെയ്യും. ഞാനൊരു പക്ഷേ അത് ചെയ്യണമെങ്കിൽ എനിക്കതിൻ്റെ ഇൻസ്ട്രക്ഷനുകൾ, നിർദ്ദേശങ്ങൾ വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും അത് സെർച്ച് ചെയ്യണം. എന്നിട്ട് വേണം എനിക്ക് മനസ്സിലാകാൻ. അവർ സെർച്ച് ചെയ്യുന്നില്ല, അവർ ജസ്റ്റ് അതിലെ ഐക്കൺസ് നോക്കുമ്പോൾ തന്നെ ആ ഐക്കൺ അവർ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നു. ഡിവൈസുകളോട് ഇണങ്ങി നിൽക്കുന്നു എന്നത് കാര്യമായി പറയുന്നൊരു വിഷയമാണ്. നമ്മൾ കരുതുന്നത് ഇത് നെഗറ്റീവാണെന്നാണ്. ഞാൻ പറയുന്നു ഇത് നെഗറ്റീവ് അല്ല എന്ന്. ഈ ജനറേഷനെ നിങ്ങൾ ആൽഫ ജനറേഷൻ എന്ന് വിളിക്കുന്നത് ഇവർക്ക് പ്രശ്നമുണ്ടെന്ന് പറയാനാണെങ്കിൽ അത് തെറ്റാണ്. മറിച്ച് അതൊരു സാധ്യതയാണ്. ആൽഫ ജനറേഷനിൽ ഡിവൈസുകളോട് അവർ ഇണങ്ങുന്നു എന്നത് ഒരു സാധ്യതയാണ്, അതൊരു പ്രശ്നമല്ല. ആണോ? ഡിവൈസുകൾ എന്ന് പറയുന്നത് നേരത്തെ നമുക്ക് കണക്ക് കൂട്ടാൻ കാൽക്കുലേറ്റർ വേണമായിരുന്നു. കാൽക്കുലേറ്റർ ആവശ്യമില്ല. എന്റെയൊക്കെ കുഞ്ഞുനാളിൽ, ചെറിയ നാളിൽ എനിക്ക് ഓർമ്മയുണ്ട്, ചൂട്ട് കത്തിച്ചിട്ട് യാത്ര പോകുന്നത് ഓർമ്മയുണ്ട്. അതിനുശേഷമുള്ള കാലത്ത് വ്യാപകമായി രാത്രി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ആവശ്യങ്ങൾക്ക് പോകുന്നവരുടെ കയ്യിലൊക്കെ ടോർച്ചുകൾ ഉണ്ടാകുമായിരുന്നു. കുറച്ചു കാലത്ത് ബാറ്ററി ടോർച്ചുകൾ, പിന്നീട് ഇലക്ട്രിക് ഇതുള്ള ടോർച്ചുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ടോർച്ചുകൾ കാണുന്നുണ്ടോ? എന്തുകൊണ്ട്? മൊബൈലിലുണ്ട്. ഇനി പുസ്തകങ്ങൾ പലപ്പോഴും ഇത്തരം സെഷനുകളിലൊക്കെ വരുമ്പോൾ പുസ്തകങ്ങൾ കുറയാണ്. എന്താ കാരണം? മൊബൈലിൽ എഴുതാം. പേന തന്നെ എൻ്റെ പോക്കറ്റിൽ എപ്പോഴും പേന ഉണ്ടാകാറുണ്ട്. ഇപ്പൊ പേന ചുരുങ്ങാണ്, പലപ്പോഴും പേന നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്തുകൊണ്ടെന്നറിയോ? പേന ഇല്ലെങ്കിലും എനിക്ക് എഴുതാം, പേന ഇല്ലെങ്കിലും എനിക്ക് ടൈപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ വിരലുകൊണ്ട് എഴുതാം എൻ്റെ ഫോണിൽ. ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ. ഞാൻ കുറച്ചുകൂടി മുമ്പുള്ള കാലയളവിൽ പല കത്തുകളും പോസ്റ്റലായിട്ട് അയക്കുമായിരുന്നു. ഇന്ന് പോസ്റ്റൽ ഉപയോഗം വളരെ ചുരുങ്ങി. എന്തുകൊണ്ടാ? നിമിഷങ്ങൾ കൊണ്ട് കത്തെഴുതി അയക്കാം. ഇങ്ങനെ നിരവധി ഉപയോഗങ്ങൾ നമ്മുടെ ഇടയിലേക്ക് സാധ്യമാക്കി തരുന്ന ഡിവൈസുകളെ എന്തിനും നെഗറ്റീവ് എന്ന് പറയുന്നത്? ഞാൻ ഒരു ദിവസം ഈ വർഷം തന്നെ തുടക്കത്തിൽ ഒരു സ്ഥാപനത്തിൽ യാദൃശ്ചികമായി എത്തിപ്പെടുന്നു. ഹയർ സെക്കൻഡറി സ്കൂൾ കൂടിയുള്ള ഒരു കൂട്ടം സ്ഥാപനങ്ങളുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്യാമ്പസിൽ. അവിടെയുള്ള ആ സ്ഥാപനത്തിന്റെ അതോറിറ്റിയിൽപ്പെട്ട പ്രധാനപ്പെട്ട അയാളെ മീറ്റ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അദ്ദേഹം എന്നെ ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകനോട് പരിചയപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ധാരണ വെച്ച് പരിചയപ്പെടുത്തിയതാണ്. ഭയങ്കര ആളാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. ഞാൻ കുടുങ്ങി. അപ്പൊ ആദ്യം അയാള് ചെന്ന ഉടനെ ഒരു അരമണിക്കൂർ എന്നോട് പറഞ്ഞു, നിങ്ങൾ സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, വിദ്യാർത്ഥികളോട് അഭിമുഖീകരിക്കണം, അവരുടെ ഇടയിൽ സംസാരിക്കണം. എനിക്ക് ഈ വിദ്യാർത്ഥികളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് തീരെ ഞാൻ പ്രിപ്പേർഡ് അല്ല. കുറച്ച് വലിയൊരു മാറ്റർ എൻ്റെ തലയിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഈ കൊച്ചുമക്കളോട് സംസാരിച്ചാൽ അതൊരു അപമര്യാദയായി പോകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും
അവരെ പരിഗണിച്ച് സംസാരിക്കണം. അപ്പോൾ ഈ വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ ഞാൻ പ്രിപ്പയർ ആകാൻ നിർബന്ധിതനായി. അദ്ദേഹമാണെങ്കിൽ എന്തിനാണ് എന്നെ സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നതെന്നറിയോ? ഏകദേശം 80ഓളം സ്റ്റുഡൻസ് ഉണ്ട്. ആ 80ഓളം സ്റ്റുഡൻസിൽ ഭൂരിപക്ഷവും പല ഫാഷനുകൾക്ക് അഡിക്റ്റാണ്. എസ്പെഷ്യലി ഹെയർ കട്ടിങ് ചെയ്യുന്നതിൽ ഒരിക്കലും ആ സ്ഥാപനത്തിന് യോജിച്ചു പോകാൻ കഴിയാത്ത തരത്തിലുള്ള പലതരം ഹെയർ കട്ടിങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ നല്ലൊരു ഹെയർ കട്ടിങ്ങിനെ എതിർക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ഈ ഹെയർ കട്ടിങ്ങുകളുടെ പുതിയ പല ഫാഷനുകളും ഭയങ്കര വൃത്തികേടുകളാണ്. ചില ഫാഷനൊക്കെ കണ്ടാൽ ഈ കുട്ടി അടുത്ത കാലത്തൊന്നും കുളിച്ചിട്ടില്ല എന്ന് തോന്നും. അപ്പൊ ഭയങ്കര വൃത്തികേടാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രയാസമാണ്. അപ്പൊ ഇത്തരം പ്രയാസങ്ങൾ കണ്ടിട്ടാണ് ഇവർ ഇതിനെ എതിരെ ശബ്ദിക്കുന്നത്. ഇത് ഞാൻ ഈ ദിവസം കൊണ്ട് എന്ത് ചെയ്യണം? ഇല്ലാതാക്കണം. ഞാനിങ്ങനെ ആലോചിച്ചു, എന്ത് ചെയ്യും? എന്റെ കയ്യിലുള്ള വിവരം അനുസരിച്ച് ഇത് ചെയ്യേണ്ടത് ഈ കുട്ടികൾക്ക് സ്ഥിരമായി ടീച്ചിങ് നടത്തുന്ന ടീച്ചേഴ്സാണ്. ആ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുത്തിട്ട് ഇത് സാധ്യമാക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത്. ഞാൻ ഈ അരമണിക്കൂർ കൊണ്ട് ഇത് ചെയ്ത് കാണിക്കൽ എങ്ങനെ? ഇത് കഴിയില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേറെ കുറെ പ്രശ്നങ്ങൾ വരാനുണ്ട്. അപ്പൊ ഞാൻ ആ കുട്ടികളുടെ ഇടയിൽ സംസാരിക്കാൻ തീരുമാനിച്ചു. ആ കുട്ടികളോട് ഞാൻ ചോദിച്ചു, മക്കളെ, ഞാൻ കൂടുതൽ സമയം സംസാരിക്കുന്നില്ല, ചെറിയ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പോവാണ്, നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കുമോ? ഒരു 90% പറഞ്ഞു ഓക്കെ, സഹകരിക്കാം. അവര് ഇടയിൽ ഞാൻ പറഞ്ഞു, ഞാനൊരു വോട്ടിംഗ് നടത്താൻ പോവാണ്. വോട്ടിങ്ങിൽ 2 മോഡൽ ഇട്ടു, 2 മാതൃകകൾ ഇട്ടു. ഒന്ന്, ഞാൻ ഒരു വിദ്യാർത്ഥിയെ എ പൊസിഷനിൽ അവതരിപ്പിക്കുന്നു. ആ വിദ്യാർത്ഥിയുടെ മോഡൽ ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈൽ, ഡ്രസ്സിങ്ങിൽ, ഹെയർ കട്ടിങ്ങിൽ, അതുപോലെയുള്ള കുറെ വിഷയങ്ങൾ പറഞ്ഞിട്ട് ഇതിലെല്ലാം ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈൽ അവതരിപ്പിച്ചു. രണ്ടാമത്തതിൽ ഈ ഫാഷൻ മോഡൽ അവതരിപ്പിച്ചു. ഡ്രസ്സിങ്ങിൽ, ഹെയർ കട്ടിങ്ങിൽ, ആ നൃത്തത്തിൽ, എല്ലാറ്റിലും അവതരിപ്പിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നല്ല കുട്ടിക്ക്, അതായത് ഒരു സച്ചരിതനായ, ഒരു നല്ലവനായ ഒരു കുട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എ പേഴ്സൺ ആണോ ബി പേഴ്സൺ ആണോ വോട്ട് ചെയ്യുക? കുട്ടികളൊക്കെ വോട്ട് രേഖപ്പെടുത്തി. 100% വോട്ട് ആർക്ക് കിട്ടി? എ. ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റിയും കൂടെ കഴിഞ്ഞാൽ അവസാനിച്ചു. നിങ്ങളൊക്കെ ഇതിപ്പോ നല്ല കുട്ടിക്ക് വോട്ടിംഗ് രേഖപ്പെടുത്തി. എന്റെ അടുത്ത ചോദ്യം, നിങ്ങൾക്കൊക്കെ നല്ല കുട്ടിയാകാനാണോ ഇഷ്ടം, മോശം കുട്ടിയാകാനാണോ ഇഷ്ടം? ഇതും കൂടെ പറയണം. അപ്പൊ എല്ലാവരും എന്ത് പറയും? നല്ല കുട്ടിയാകാനാണ് ഇഷ്ടം. ഇതോടുകൂടെ ഞാൻ അവരോട് പറഞ്ഞു, ആക്ടിവിറ്റി അവസാനിച്ചു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. അതിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ റൈറ്റാണ് നല്ല കുട്ടിയാവുക. നിങ്ങളെല്ലാം നല്ല കുട്ടിയാകാൻ ഇഷ്ടപ്പെടുന്നു. നല്ല കുട്ടിയുടെ സിംറ്റംസ് എന്താണെന്ന് മനസ്സിലായല്ലോ, ഇല്ലേ? എല്ലാവർക്കും മനസ്സിലായി. ഈ സിംറ്റംസ് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ ഇഷ്ടമുണ്ട്, ഇത് നിങ്ങളുടെ അവകാശമാണ്. പക്ഷേ നിങ്ങൾ അറിയാതെ ആരോ നിങ്ങളെ ഭരിക്കുന്നുണ്ട്. നിങ്ങളറിയാതെ ആരോ നിങ്ങളെ ഭരിക്കുന്നുണ്ട്. ഇവിടെ ഈ മറ്റുള്ളവരുടെ, നിങ്ങൾ അറിയാതെയുള്ള നിങ്ങളിലേക്കുള്ള ആഭിമുഖ്യം, കടന്നുകയറ്റം, ഈ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾക്കതിന് കഴിയും. ഇത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിച്ചു. ഞാൻ ഈ പ്രിൻസിപ്പൽ സാർ എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ഇയാൾ ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് അറിയാൻ. അദ്ദേഹത്തിന് അതൊരു ഭയങ്കര കൗതുകമായി. കാരണം എല്ലാ വിദ്യാർത്ഥികളുടെയും മുഖത്ത് ആ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് കേവലം അയാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്ത ഒരു വിക്രിയയാണ്. രണ്ടാമത്തെ മാറ്റർ കൂടി പറഞ്ഞു, അത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ അയാൾ എന്നോട് അടുത്ത ചോദ്യം ചോദിച്ചു. ഞങ്ങളെ സ്ഥാപനം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇതല്ല, മറ്റൊന്നാണ്. എന്താ അത്? സയൻസ് ക്ലാസ് കൂടിയാണ്, കൂടുതൽ ക്ലാസ്സുകളും. ഇവർക്ക് വേണ്ടി ക്ലാസ് റൂമുകളിൽ ഈ വലിയ, ഏകദേശം നിങ്ങളെ പിന്നിൽ കാണുന്ന ആ ബോർഡിന്റെ വലുപ്പമുള്ള ഡിവൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകളിലൊക്കെ. അതിൽ ഇന്റർനെറ്റ് ലഭ്യമാണ്, എല്ലാത്തരം ഫെസിലിറ്റീസും ഉള്ള. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്തായിരുന്നു, മാർക്ക്
എന്നാണ് തോന്നുന്നത് അതിന്റെ പേര്, ഒരു കമ്പനിയുടെ ഡിവൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡിവൈസുകളിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. കുട്ടികൾക്ക് സയൻസ് ക്ലാസ് പഠിക്കാൻ വേണ്ടി സമയം കൊടുത്താൽ കുട്ടികൾ മറ്റ് യൂട്യൂബുകളിൽ പോയി അവർക്കിഷ്ടമുള്ള റീൽസിലും ഷോർട്സിലും കണ്ടിരിക്കും. ഇതെങ്ങനെ തടയാം? കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഹോംവർക്ക് ടൈമൊക്കെ കൊടുക്കുന്ന സമയം കൂടുതലും കുട്ടികൾ ഡിവൈസിൽ ഇത്തരം വേണ്ടത്തരങ്ങൾ കണ്ടിരിക്കുന്നു. ഇതിനെന്ത് ചെയ്യാം? ഞാനാണെങ്കിൽ നേരത്തെ പറഞ്ഞ ആശയക്കാരനുമാണ്. ഡിവൈസുകൾ നെഗറ്റീവ് അല്ല, ഡിവൈസുകൾ പോസിറ്റീവാണ് എന്ന വാദക്കാരനാണ്. എന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയ ഉപയോഗത്തെക്കുറിച്ചും ഞാൻ പറയുന്നത്, സോഷ്യൽ മീഡിയയെ നിങ്ങൾ ബാൻ ചെയ്യുകയല്ല ചെയ്യേണ്ടത്, അതിന് ലിറ്ററേഷനാണ് വേണ്ടത്. സോഷ്യൽ മീഡിയ ലിറ്ററസി, സാക്ഷരതയാണ് വേണ്ടത്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, അതെങ്ങനെ സാധ്യമാകും? അതിന്റെ പ്രാക്ടിക്കൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ക്ലാസ് സെലക്ട് ചെയ്യും. ഒരു ക്ലാസ്സിന് നിങ്ങൾ കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് അവർക്ക് ഓപ്ഷനുകൾ കൊടുക്കണം. എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്? ഓരോ കുട്ടിക്കും മിനിമം 5 ഓപ്ഷനെങ്കിലും കൊടുക്കുക. ഈ 5 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്തിട്ട് പ്രൊജക്റ്റുകൾ തയ്യാറാക്കണം. പ്രൊജക്റ്റ് തയ്യാറാക്കാൻ അവർക്ക് ഡിവൈസുകൾ ഉപയോഗിക്കാം. അതിൽ AI ഉപയോഗിക്കാം. AI സോഴ്സുകൾ പലതുണ്ടല്ലോ, ഇപ്പൊ വ്യാപകമാണ്. AI ഉപയോഗിക്കാം, അല്ലാത്ത സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാം, എന്തുപയോഗിക്കാം. പക്ഷെ ഈ പ്രൊജക്റ്റുകളിൽ അവർക്ക് ഇഷ്ടമുള്ള വിഷയം. അങ്ങനെ ഞാൻ അത്രമാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു 1.5 മാസം കഴിഞ്ഞതിന് ശേഷം അതേ സ്ഥാപനത്തിൽ മറ്റൊരാവശ്യത്തിന് വേണ്ടി ഞാൻ അവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു സന്തോഷ വാർത്ത കേൾക്കാൻ കഴിഞ്ഞു. അവിടുത്തെ ഈ ആളല്ല, മറ്റൊരു അധ്യാപകൻ എന്നോട് പറഞ്ഞു, ഇവിടുത്തെ കുട്ടികൾ ഇപ്പോൾ ഭയങ്കര ഉഷാറായിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ? ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് എന്തോ ഫോണോ അല്ലെങ്കിൽ ഡിവൈസോ എന്തു കൊടുത്താലും ഒരു പ്രശ്നമില്ല ഇപ്പോൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതുപോലുള്ള ഒരു പ്രോഗ്രാം നടക്കണം. ആ പ്രോഗ്രാം ഒരു വാൽഡിക്ഷൻ പ്രോഗ്രാമാണ്. അതായത് ഒരു ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം, ഒരു കോഴ്സ്. ആ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള വാൽഡിക്ഷൻ പ്രോഗ്രാമിൽ വെച്ച് ഈ കുട്ടികളെ അഡീഷണലായി കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ടായിരുന്നു +2 ക്ലാസ്സിലെ. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വിഷയത്തിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? അതിലൊരു കുട്ടി പറഞ്ഞു, ഞാൻ പ്രസന്റ് ചെയ്യാം. ആ കുട്ടി പറഞ്ഞു, ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്ന വിഷയം ഹാർട്ടിനെ കുറിച്ചാണ്. ഹാർട്ടിന്റെ വർക്ക് എന്താണ്, അതിന്റെ ഹാർട്ടിന്റെ വർക്കിംഗ് മോഡ് എന്താണ്, ഡിസീസ് എന്താണ്, ട്രീറ്റ്മെന്റ് എന്താണ്, ഹെൽത്ത് എന്താണ്, ഇങ്ങനെ തുടങ്ങി എല്ലാ വിഷയവും ആ കുട്ടിയെ അവതരിപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് ഇവിടെ 10ാം ക്ലാസ്സിലെയും +2ലെയും വിദ്യാർത്ഥികളെ അഡ്രസ്സ് ചെയ്തു. ഏകദേശം ഒരു 1/2-3/4 മണിക്കൂറാണെന്ന് എൻ്റെ ഓർമ്മ. അത്രയും സംസാരിച്ചതിന് ശേഷം ഞാൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ സംസാരത്തെക്കുറിച്ച് ഫീഡ്ബാക്ക് പറയാമോ? ഫീഡ്ബാക്ക് പറയാൻ ആരും എഴുന്നേറ്റില്ല. ഞാൻ എൻ്റെ സുഹൃത്തിനോട് അതിനെ അനലൈസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നാം ടീച്ചേഴ്സ്, നമ്മളെ കുട്ടികൾ ഫോളോ ചെയ്യും. ഇപ്പൊ ഞാൻ ഈ സദസ്സിൽ വെച്ച് ചോദിക്കുന്നു, ഇപ്പോ ഞാൻ സംസാരിച്ചിട്ട് ഒരു 15-20 മിനിറ്റ് തികഞ്ഞിട്ടില്ല. നിങ്ങളിൽ ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് ഫീഡ്ബാക്ക് പറയോ ഈ 20 മിനിറ്റിനെ കുറിച്ച്? ആരെങ്കിലും ഉണ്ടെങ്കിൽ റീസെൻഡ് ചെയ്തേട്ടെ. ഇത് നാം ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എപ്പോഴും ഫ്രീഡം മെന്റാലിറ്റി വേണം. ഞാൻ ഈ പറയുന്നതിനൊക്കെ ഒരു നെഗറ്റീവിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു പ്രയോഗമാണ്. ഫ്രീഡം മെന്റാലിറ്റി വേണം. ഫ്രീഡം മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ല, പോസിറ്റീവാണ്. ഇതിൽ നിന്ന് അവരനുഭവിക്കേണ്ടതാണ്. അവർക്ക് എന്ത് വിഷയം കേട്ടാലും അതിനെക്കുറിച്ച് ചോദിക്കണമെന്ന് തോന്നിയാൽ എഴുന്നേറ്റ് നിന്ന് ചോദിക്കാനുള്ള ഒരു കെൽപ്പ് നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഈ കുട്ടി എഴുന്നേറ്റ് നിന്ന് ഹാർട്ട് ഡിസീസിനെ കുറിച്ച് എന്തോ അത് ചോദിക്കാം. അത് പ്രഗത്ഭരായ പലരുമാണ് ഇതിലുള്ളത്. വലിയ ഉദ്യോഗസ്ഥരൊക്കെ ഇരിക്കുകയാണ് ഈ സദസ്സിൽ. ആ ഉദ്യോഗസ്ഥർക്കുള്ള സദസ്സിൽ വെച്ച് ഈ കുട്ടി ഒരു ഡോക്ടർ പറയുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഹാർട്ടിനെ കുറിച്ച്, രോഗത്തെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച് വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നു, അതും ഇംഗ്ലീഷിൽ. ഇനി ഏതെങ്കിലും കുട്ടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മറ്റൊരു കുട്ടി പറഞ്ഞു, ഞാൻ അവതരിപ്പിക്കുന്നത് സോപ്പിനെ കുറിച്ചാണ്. സയൻസ് ആണല്ലോ.
സോപ്പിനെ കുറിച്ച്, മാർക്കറ്റിലുള്ള സോപ്പ് എന്താണ്, സോപ്പിന്റെ ഗുണം എന്താണ്, ദോഷം എന്താണ്, ഒരു സോപ്പ് എത്ര തവണ ഉപയോഗിക്കാം, ഇങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. ഒരു സോപ്പ് എത്ര തവണ ഉപയോഗിക്കാം എന്നത് ശ്രദ്ധേയമാണ്, വലിയ പോയിന്റാണ്. ആ കുട്ടി അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച, കുട്ടി പഠിച്ചതിന്റെ ഗൗരവം ആലോചിച്ചത്. ഒരു സോപ്പിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് എന്താണ്, സോപ്പിന് എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ ഇത്ര വില വരുന്നത്, എങ്ങനെ വില കുറക്കാം, എങ്ങനെ ക്വാളിറ്റി കൂട്ടാം, ഇങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളും ആ കുട്ടി അവതരിപ്പിച്ചു. ആ സദസ്സെല്ലാവരും ഇങ്ങനെ സത്യത്തിൽ മൂക്കത്ത് വിരൽ വെച്ചു എന്ന് പറയാം, അത്രയേറെ ശ്രദ്ധിച്ചു. ഈ പ്രകൃതത്തിലേക്ക് കുട്ടികൾ മാറുമ്പോഴേക്ക് പിന്നെ കുട്ടികൾക്ക് ഡിവൈസ് കൊടുത്താൽ കുട്ടികൾ റീൽസോ ഷോർട്സോ കണ്ടിരിക്കില്ല. ഈ റീൽസ് ഷോർട്സ് എന്നൊക്കെ പറഞ്ഞാൽ ഡിവൈസിലെ വേസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് വേസ്റ്റ് ഉപയോഗിക്കുന്നത്? അതിലെ വിഭവങ്ങൾ അനുഭവിക്കാത്തത് കൊണ്ട്. അതിന്റെ ഇടയിൽ ചിലരൊക്കെ ആരോപിച്ചൊരു ആരോപണമാണ്, കുട്ടികൾക്ക് അറ്റൻഷൻ സ്പേം കുറയുന്നു. നെവർ, നോ 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 നോ, വെറുതെ പറയാൻ ആരോപണമാണ്. ഡിവൈസുകൾക്കും ഈ ഡിവൈസുകളിൽ റീൽസും ഷോർട്സും സെറ്റ് ചെയ്യുന്നവർക്കും എന്ത് ചെയ്യാൻ പറ്റിയില്ല? വിഭവം കൊടുക്കാൻ പറ്റിയില്ല എന്നേ പറയാവൂ. കാരണം എന്താ? ഇതേ ആൾക്കാർ തന്നെ പറയുന്നു ഇവർ മണിക്കൂറുകളോളം ഡിവൈസ് ഉപയോഗിച്ച് ഗെയിം കളിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം എന്താ? അറ്റൻഷൻ കുറഞ്ഞു എന്നാണോ? അല്ല. നാം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വിഭവങ്ങൾ കൊടുക്കാൻ സന്നദ്ധമാണോ? അവരുടെ അറ്റൻഷൻ ഒരു കുറവുമില്ല. അറ്റൻഷൻ ആർക്കാ കുറയുന്നത്? കൊടുക്കുന്ന സോഴ്സുകൾക്കാണ് അറ്റൻഷൻ വിഭവം കുറയുന്നത്. അല്ലാതെ കുട്ടികളുടെ അറ്റൻഷൻ സ്പം കുറയല്ല. ആരോപണമാണ്. ഇവിടെ ക്വാളിറ്റിയുള്ള കണ്ടന്റ് കൊടുത്താൽ അവരെത്ര സമയവും അത് യൂസ് ചെയ്യാനും അറ്റൻഷൻ കൊടുക്കാനും അവർ റെഡിയാണ്, ശ്രദ്ധ കൊടുക്കാനും അവർ റെഡിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഡിവൈസുകളുടെ ലോകത്ത് പോലും പുതിയ കാലത്ത് വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ഈ ഡിവൈസ് ഉപയോഗിച്ച് പഠിക്കാം. ഇപ്പോ ഞാൻ കരിക്കുലങ്ങൾ സെറ്റ് ചെയ്യാറുണ്ട്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരു 10ാം ക്ലാസ് വരെ ഒരു കുട്ടി പഠിച്ചാൽ ശരിക്കും ഒരു കുട്ടിക്ക് ഹെൽത്ത് കൃത്യമായിരിക്കണം, ആരോഗ്യം കൃത്യമായിരിക്കണം. ആ കുട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടി ഒരിക്കലും ഹോസ്പിറ്റലിനെ ആശ്രയിക്കേണ്ടി വരാതെ ജീവിക്കാനുള്ള കെൽപ്പുണ്ടാകണം. അതുപോലെ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ലൈഫിൽ എങ്ങനെയാണ് വെൽത്ത്, സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകണം. അതുപോലെ ഒരു 10ാം ക്ലാസ് വരെ പഠിച്ച് പിരിയുന്ന ഒരു കുട്ടിക്ക് തന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ആത്മസുഖം ഉണ്ടാകേണ്ടത്, ആത്മീയമായ ഒരു മനുഷ്യൻ എന്തായിരിക്കണം എന്നതിനെ കുറിച്ച്, അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരുടേതായ സ്പിരിച്വാലിറ്റി അവർക്ക് ഫോളോ ചെയ്യാൻ കഴിയണം. 4, ഒരു 10ാം ക്ലാസ് വരെ ഒരു കുട്ടി പഠിച്ചാൽ ആ കുട്ടി ലൈഫിൽ എപ്പോഴും ഹാപ്പിയസ്റ്റ് ലൈഫിന്റെ ഉടമയായി ജീവിക്കണം. ഇന്ന് ഡോക്ടർ ആയാൽ പോലും അയാൾക്ക് ഹെൽത്തിനെ കുറിച്ച് അവെയർ ഇല്ലാതെ കാണുന്ന കാലമാണ്. ഇത് വിദ്യാഭ്യാസത്തിന്റെ ഒരു അപചയമാണ്. നേരത്തെ നമ്മുടെ മുസ്ലിം ജമാഅത്തിന്റെ സാരഥി സെക്രട്ടറി അല്ലേ, അപ്പോ അദ്ദേഹം സൂചിപ്പിച്ച പദങ്ങൾ വളരെ ശ്രദ്ധേയമാണത്. നമ്മൾ ലൈഫിനെ കുറിച്ച് കുട്ടികൾക്ക് ധാരണ നൽകാൻ നമുക്ക് കഴിയും. നിലവിലുള്ള കരിക്കുലങ്ങളോ സിലബസുകളോ ബ്രേക്ക് ചെയ്യാതെ തന്നെ കഴിയും. ഞാൻ പറഞ്ഞ മാറ്റർ അവിടെയല്ല. ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു വർക്ക്ഷോപ്പ് എടുത്തിരുന്നു നേരത്തെ. അതേസമയത്ത് ഇപ്പോ ദിവസങ്ങൾ കൊണ്ട് എനിക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയും. കാരണം AI കൊണ്ട് വർക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് നമ്മുടെ വ്യൂ പോയിന്റുകൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ കൃത്യമാണെങ്കിൽ, സ്ട്രാറ്റജി കൃത്യമാണെങ്കിൽ, നമ്മുടെ ഫോക്കസിങ് കൃത്യമാണെങ്കിൽ, നമുക്ക് കൃത്യമായി കോൺസെപ്റ്റുകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് AI ഉപയോഗിച്ച് ഇന്ന് നേരത്തെ വർഷങ്ങളെടുത്ത് ചെയ്തത് ദിവസങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സാധ്യതയാണ് ഡിവൈസുകളും അതുപോലെ ഈ റിസോഴ്സുകളും. അല്ലാതെ അത് നെഗറ്റീവ് അല്ല. കഴിഞ്ഞ ദിവസം ഒരു വലിയ സദസ്സിൽ വെച്ച് പ്രഗത്ഭനായ ഒരാൾ ഒരു സംസാരത്തിനിടയിൽ പറഞ്ഞു, പുതിയ കാലത്തെ കുട്ടികൾ വലിയ പ്രശ്നത്തിലാണ്,
എന്താണ് പ്രശ്നം എന്ന് അദ്ദേഹം അവതരിപ്പിച്ചത്? AI ഉപയോഗിച്ച് ചെറിയ മക്കളിൽ 90% പേര് പോലും ലൈംഗികമായ വൈകൃതങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. സത്യത്തിൽ അതൊരു മിഥ്യയാണ്. അങ്ങനൊന്നില്ല. മറിച്ച് അത് ചില കണക്കെടുപ്പുകളിലെ ചില മിസ്റ്റേക്കുകൾ മാത്രമാണ്. പക്ഷെ ശ്രദ്ധേയമായ മറ്റൊരു വശമുണ്ട്. കുട്ടികൾ നേരത്തേതിനേക്കാളും അവർക്ക് അംഗീകാരം ലഭിക്കുന്നിടത്ത് ഓപ്പണായിട്ട് ചിന്തിക്കും. നേരത്തെ ചീഫ് ഇമാം ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ കുട്ടികൾ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ നാം കൃത്യമായി ഉത്തരങ്ങൾ നൽകണം. ഉത്തരങ്ങൾ നൽകുന്നിടത്ത് മടിക്കരുത്. നമ്മുടെ വിദ്യാർത്ഥികളിൽ സംഭവിക്കുന്ന വലിയ ഒരു മിസ്റ്റേക്കാണ്, നമുക്ക് ഉത്തരം പറയാൻ കഴിയാത്ത സമയത്ത് നമ്മൾ ചിലപ്പോൾ ചില ബ്രേക്കുകൾ നടത്തും. അത് തെറ്റാണ്. ഉദാഹരണത്തിന്, നീ ഇപ്പോൾ അത് ചോദിക്കരുത്, അങ്ങനല്ല പറയേണ്ടത്. മറിച്ച് അതുപോലെ മറ്റൊന്ന്, ചില പരിധികൾ നിശ്ചയിക്കുന്നത്. ഇപ്പോ ഒരു 10 വയസ്സാവുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയിൽ ഹോർമോണലായി ചില ഗ്രൗത്ത്, വളർച്ച വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. ഈ ഹോർമോണലായ വളർച്ച നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്റെ കൺട്രോൾ വരാത്തൊരു സമയമാണ് ഉറക്കം എന്ന് പറയുന്നത്. ഈ ഉറക്ക സമയത്ത്, ഒന്നിച്ചു കിടക്കുന്ന സമയത്ത് എപ്പോഴും ബ്രേക്ക് ചെയ്യേണ്ട പ്രായമാകുമ്പോൾ, ഒരു 10 വയസ്സാകുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുന്നത് അത് അവിശ്വാസമല്ല. ചിലരൊക്കെ അങ്ങനെ കരുതുന്നുണ്ട്. പുരുഷനും സ്ത്രീയും തമ്മിൽ, ഇപ്പോൾ ഭർത്താവും ഭാര്യയും അല്ലാത്ത, സഹോദരനും സഹോദരിയും അല്ലാത്ത ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ശാരീരികമായി സ്പർശിക്കുന്നത് വേണ്ട എന്ന് പറയുന്നത്, അത് മതം പറഞ്ഞാലും നമ്മുടെ മൂല്യങ്ങളുള്ള മനുഷ്യർ പറഞ്ഞാലും ആ ബ്രേക്കിംഗ് അവിശ്വാസമല്ല. അതൊരു തമ്മിൽ ഒരു വിഭാഗത്തെ ചെറുതാക്കലോ അല്ലെങ്കിൽ ഒരു തീണ്ടിപ്പോവുക അങ്ങനെയൊന്നുമല്ല. മറിച്ച് അതെന്താണ്? അതൊരു മൂല്യമാണ്, അതൊരു പ്രിക്കോഷനാണ്, അതൊരു മുൻകരുതലാണ്. അത് അവിശ്വാസമല്ല. സ്വാഭാവികമായും നമ്മൾ അംഗീകരിക്കേണ്ട ഒന്നാണ് മനുഷ്യനിലെ ലൈംഗികത.